നമസ്കാരം. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന ജീവിത പങ്കാളി. രാത്രി ജോലി കഴിഞ്ഞ് വന്നു, ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം വിളമ്പി വെച്ചു കൊടുത്തു. ഭർത്താവ് ഇതെന്ത് ഭക്ഷണ, എനിക്ക് വേണ്ട, വലിച്ചെറിഞ്ഞു. എഴുന്നേറ്റ് പോയി കഴിക്കാതെ. ഭർത്താവ് വയറുകറിച്ച് പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നിട്ടുണ്ടാവും. കുറച്ച് രാവിലെ എഴുന്നേറ്റു, വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഇത് എന്തിനു കൊള്ളാം, അത് പരാതി. ഷർട്ട് തേച്ച് ഷർട്ട് എടുത്ത് ഇടാനെടുത്തു. ഇതെന്താ തേക്കാത്ത ഷർട്ട്, കഴുകിയിട്ടിരിക്കുന്ന ഷർട്ട് എടുത്തു. ഇതെങ്ങനെ ഈ ഷർട്ട് ഇടുന്നത്, ഇത് എന്താ തേക്കാത്ത? ഇങ്ങനെയാണോ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക? ഇങ്ങനെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തലുകൾ. പുരുഷന്മാരെ കുറ്റപ്പെടുത്തുന്ന സ്ത്രീകളും സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന പുരുഷന്മാരും, രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്ന രണ്ടുപേരുടെയും വീട്ടുകാർ. പൊറുതി മുട്ടി ജീവിതം ഇല്ലേ? എൻ്റെ മരുമകൾ ചെയ്തൊന്നും ശരിയായില്ല എന്ന് മദർ ഇൻ ലോ, എൻ്റെ മരുമകനാൾ ശരിയല്ല എന്ന് കുറ്റപ്പെടുത്തുന്ന മദർ ഇൻ ലോ, എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന പങ്കാളികൾ. മനസമാധാനം എന്ന് പറയുന്ന അറിയുന്നില്ല. ജീവിതം മടുത്തു. ആദ്യം തന്നെ നമ്മൾ ജീവിതം മടുത്തു എന്ന് പറയാതിരിക്കുക. നമ്മുടെ ജീവിതം നമുക്ക് വിലയേറിയ അമൂല്യമായി മനുഷ്യജന്മം നമുക്ക് ദൈവം തന്നിട്ടുള്ളത്, അമൂല്യമായി ജന്മം നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനാണ്. നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കുക. ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കുന്നതിന് മുൻപ്, എല്ലാവരെയും സ്നേഹിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കുക. സെൽഫ് ലവ്, ഐ ആം ലവ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി ചെല്ലണം. നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ വിശ്വസിക്കാനും നമ്മളെ മനസ്സിലാക്കാനും പറ്റിയാൽ മാത്രമേ നമുക്ക് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, ഭാര്യയെയും ഭാര്യയുടെ വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പം സെൽഫ് ലവ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവണം. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ആദ്യം ഒഴിവാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തുന്ന പങ്കാളിയാണ് നമ്മുടേതെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പങ്കാളി നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കരയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് പരിതപിക്കാനോ നിൽക്കാതെ, ഈ പറയുന്ന എപ്പോഴും കുറ്റം പറയുന്ന, എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന പങ്കാളിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുക്കാം. എന്നിട്ട് നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നുക. ഭർത്താവാണേലും ഭാര്യയാണേലും തിരിച്ച് രണ്ടുപേരുമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു പങ്കാളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ, അവിടെ വിവാഹമോചനത്തേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ദൃഢപ്രതിജ്ഞ എടുക്കുക. ഇദ്ദേഹം നന്നാവില്ല അല്ലെങ്കിൽ അവൾ നന്നാവില്ല, ഇത് ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നു, ഞാൻ എൻ്റെ രീതിയിലെല്ലാം ജീവിത രീതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ കർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. എൻ്റെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ സ്ത്രീകളെ അന്വേഷിച്ച് പോകുന്നതല്ല ഒരു ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഒരു രീതി ഒരു കുടുംബത്തിന് ചേർന്നത്. മറിച്ച് അങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള പരാതികളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടുന്നുണ്ട് ഭാര്യമാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയെയും നമ്മൾ ആദ്യം കാണുക. അതിനുശേഷം എപ്പോഴും കുറ്റപ്പെടുത്തുന്ന പങ്കാളി ഇങ്ങനെയാണ്, ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നുകൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. പല പ്രാവശ്യം കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു സ്ഥിരം ശൈലിയാവുമ്പോൾ നമുക്കത് കേട്ടാൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ അങ്ങ് നടന്നോളും എന്ന് വിചാരിക്കുക. അത് അയാളുടെ ക്യാരക്ടറാണ്, അത് അയാളുടെ രീതിയാണ്. അയാൾക്ക് ഇത്രയൊക്കെ പക്വതയുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് ഇത്രയൊക്കെ പക്വതയുള്ളൂ, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അതിനെ നമ്മൾ ഇതിലേക്കിട്ട് ഇതിലേ കളയാന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഒപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളും നമ്മളുടേതായ ധർമ്മങ്ങളും നമ്മൾ ഭംഗിയായിട്ട് നിർവഹിക്കാനും കൂടെ ശ്രമിക്കുക. നമ്മൾക്ക് നമ്മളുടെ മനസാക്ഷി എന്ന് പറയുന്നതിനെ വിശ്വസിപ്പിക്കാനായിട്ടൊരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പങ്കാളി എത്ര കുറ്റപ്പെടുത്തിയാലും ഞാൻ എൻ്റെ ധർമ്മം ഭംഗിയായിട്ട് ചെയ്യും, എനിക്ക് അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവില്ല, ജീവിതം മടുത്തു എന്നല്ല പറയുക, എനിക്ക് അതുകൊണ്ട് ഒരു ദുരിതവും ഇല്ല, ഞാൻ വളരെ സന്തോഷവതിയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്, എൻ്റെ പങ്കാളിയെക്കുറിച്ച് ഞാൻ വളരെ സന്തോഷവാനാണ്, എൻ്റെ പങ്കാളി എത്ര കുറ്റപ്പെടുത്തിയാലും എനിക്കൊരു സങ്കടവുമില്ല, ഞാൻ വളരെ സന്തോഷവതിയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്. ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്തൊക്കെ പങ്കാളിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് തന്നെ പറയുക. അങ്ങനെ പലവട്ടം പറയാൻ തുടങ്ങുമ്പോൾ കുറ്റപ്പെടുത്തുന്ന പങ്കാളിക്ക് മനസ്സിലാവുമ്പോൾ ഇവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അതങ്ങ് നിർത്തിയേക്കാം. അങ്ങനെ സ്വാഭാവികമായിട്ട് അതവിടെ സ്റ്റോപ്പാവും. ആ രീതിയിൽ നമ്മൾ
ചെയ്യാൻ തുടങ്ങണം. മനസ്സിൻ്റെ ആ ഒരു ദേഷ്യം, വെറുപ്പ്, ക്രോധം ഇതൊന്നും കുറ്റപ്പെടുത്തലുകളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ പറഞ്ഞോട്ടെ, നമുക്ക് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനിതിൽ സന്തോഷവതിയാണ്, ഇത് രണ്ടെണ്ണം കേട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, പറഞ്ഞോളൂ, ഞാനിത് കേട്ടോളാം എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകാം. കുടുംബജീവിതം വിജയകരമാക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന ഒരു പങ്കാളി നമുക്ക് നിലയ്ക്ക് നിർത്താൻ അതേ നമുക്കൊരു മാർഗമുള്ളൂ.